നമ്മൾ ഈ അടുത്തിടെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ഒരു യൂട്യൂബ് ബ്ലോഗറെ പോലീസ് നമ്മുടെ ആർമിക്കെതിരെ മോശ പരാമർശം നടത്തി എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയുള്ള ഒരു വാർത്തയെ പറ്റിയിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചാണ് നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യവും ആക്ഷേപവും അല്ലെങ്കിൽ അധിക്ഷേപം, ഹരാസ്മെന്റ്, ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അത് ഒരാൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഞാൻ നോക്കിയിട്ട് എനിക്കത് താല്പര്യപ്പെട്ടില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് അത് ശരിയല്ല എന്ന് ഒരു സ്ഥലത്ത് വന്നിരുന്ന് പറയുകയാണെങ്കിൽ അതെന്റെ അഭിപ്രായമാണ്, അല്ലെ? പക്ഷെ ഞാൻ അദ്ദേഹത്തെ 4 തെറി വിളിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാണ് അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് എനിക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റൂല. കാരണം അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ മോശമായിട്ട് അവിടെ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തെ തെറി വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഹറാസ് ചെയ്യുന്നതിന് തുല്യമാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഭിപ്രായ സ്വാതന്ത്ര്യം ആൻഡ് അധിക്ഷേപം അല്ലെങ്കിൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്ളോഗറെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യുന്ന ആള് പോലീസ് പിടിച്ചുകൊണ്ട് എന്റെ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് പിടിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ബഹുമാനിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിനെതിരെ കാര്യമായിട്ടുള്ള നടപടികൾ ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മതി, ഒരുപക്ഷെ ഇതിന് മുൻപേ ഉള്ള കാര്യങ്ങളിൽ തന്നെ ഒരുപാട് തവണ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വീഡിയോകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരോ ഉൾപ്പെടുത്താത്തതിന് കാരണം അത് വെച്ച് പോലും അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി കിട്ടരുത് എന്ന് കരുതിയിട്ടാണ്. കാരണം അദ്ദേഹത്തെ ഒരു 10 പേരൂടെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 100 പേര് ഈ ഒരു സംഭവം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ പോയി നോക്കിയിട്ട് ആ 100 പേരിൽ 90 പേര് തെറി വിളിച്ചിറങ്ങി പോകുന്നു. പക്ഷെ 10 പേര് അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരാള് ഇത്തരത്തിലും നെഗറ്റീവായിട്ട് ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാള് നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും അത് സ്പ്രെഡ് ചെയ്യാൻ കാരണമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഒരു വെർച്വൽ വേൾഡ്, അവിടെ വന്നിട്ട് നെവർ നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് തന്നെ പറയണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് പലരുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലരും ഇത്തരത്തിൽ മോശമായിട്ട് പറയുന്നതിന് ഇദ്ദേഹത്തിന് മുൻപുള്ള വീഡിയോസ് കാരണമായിട്ടില്ല എന്ന് ആര് പറഞ്ഞു? അത് ഒരു പക്ഷെ വളരെ വലിയ രീതിക്ക് കാരണമായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ മുൻപുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെതിരെ അന്ന് ഞാൻ പറയാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നതാണ്, ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നതോറും കാര്യങ്ങൾ പറയുന്നതോറും അദ്ദേഹത്തിന് കൂടുതൽ നെഗറ്റീവായിട്ട് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ റീച്ച് കിട്ടുന്നതിൽ കുറച്ച് പേര് അദ്ദേഹത്തെ ഫോളോ ചെയ്യാനും വരും. ഒരിക്കലും അത് വീണ്ടും കൂടുതൽ ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകും. ഇത് ഇത്രയധികം വലിയ വാർത്തയായതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുക ഈ 2 കാര്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യവും അധിക്ഷേപവും അല്ലെങ്കിൽ ഹാരാസ്മെന്റും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മാന്യമായിട്ടുള്ള രീതിയിൽ അത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു രാജ്യത്താണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെയുണ്ട്. ഏതുവരെ? മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.